മുംബൈയിൽ 14 പേരുടെ മരണത്തിനിടയാക്കിയ പരസ്യ ബോർഡ് അപകടത്തിൽ ബോർഡ് സ്ഥാപിച്ച കമ്പനി ഉടമ ഒളിവിൽ പോയി. നരഹത്യാ കുറ്റത്തിന് കേസെടുത്തതിന് പിന്നാലെയാണ് ഇയാളുടെ നീക്കം. ബലാത്സംഗം ഉൾപ്പെടെ 23 കേസുകളിൽ പ്രതിയാണ് കമ്പനി ഉടമ. ബോർഡ് സ്ഥാപിച്ചത് റെയിൽവേ പോലീസിന്റെ ഭൂമിയിൽ. മാനദണ്ഡങ്ങൾ ലംഘിച്ചിട്ടുണ്ടോ എന്നും പരിശോധിക്കുമെന്ന് അറിയുന്നു. മുംബൈയിൽ നിന്ന് ശ്രീനാഥ് ചന്ദ്രൻ ഞങ്ങളുടെ പ്രതിനിധി ചേരുന്നു. ഗുഡ് മോർണിംഗ് ശ്രീനാഥ് ചന്ദ്രൻ. എന്തായാലും ഒരുപാട് കേസിൽ പ്രതിയായ ഒരു ക്രിമിനൽ പശ്ചാത്തലമുള്ള ആളാണോ ഈ ബോർഡിന്റെ ഉടമസ്ഥൻ? തീർച്ചയായും അയാളുടെ ഒരു പശ്ചാത്തലം പരിശോധിച്ചപ്പോഴാണ് ഇയാൾക്കെതിരെ പലതരം കേസുകൾ, സിവിൽ കേസുകൾ, ക്രിമിനൽ കേസുകൾ, അങ്ങനെ എല്ലാവിധ കേസുകളും ഉണ്ട്. 23 കേസുകൾ ആകെയുണ്ട്. അതിൽ ഗുരുതരമായ കേസുകൾ, ബലാത്സംഗം അടക്കമുള്ള കുറ്റങ്ങളുണ്ട്. അതിലിപ്പോൾ ട്രയൽ നടക്കുകയാണ് ആ കേസിൽ. മാത്രമല്ല, ചെക്ക് ബൗൺസ് ആയത്, സാമ്പത്തിക തട്ടിപ്പ് അടക്കമുള്ള പല കേസുകളുമുണ്ട്. മാത്രമല്ല, കുറച്ചുകൂടി അന്വേഷിച്ചപ്പോൾ അവന് മനസ്സിലായത് ഇയാൾ ഒരു തവണ നിയമസഭയിലേക്ക് സ്വതന്ത്രനായി മത്സരിക്കുക കൂടി ചെയ്തിട്ടുണ്ട്. ഏതായാലും ഭാവേഷ് ബിണ്ടെ, ഈ കമ്പനി ഉടമ ഇപ്പോൾ എവിടെയാണ് എന്നതിനെക്കുറിച്ച് ഒരു വ്യക്തതയുമില്ല. ഇയാളുടെ ഫോൺ സ്വിച്ച് ഓഫ് ആണ്. ഇയാളെ ഉടൻ പിടികൂടുമെന്ന് സ്വാഭാവികമായും പോലീസ് പറയുന്നുണ്ട്. പക്ഷേ ഇയാൾ എവിടെയാണെന്ന കാര്യത്തിൽ ആർക്കും ഒരു വ്യക്തതയുമില്ല. എന്നാൽ ഇയാൾക്ക് മാത്രമല്ല, ഇതിൽ ഇത്തരം ഒരു വലിയ ദുരന്തത്തിലേക്ക് നയിച്ചതിൽ സർക്കാർ സംവിധാനങ്ങൾ കൂടി ഒരു പങ്കുണ്ട് എന്ന കാര്യം ഇപ്പോൾ പതിയെ വ്യക്തമായി വരികയാണ്. ഈ ബോർഡ് സ്ഥാപിച്ചത് ഗവൺമെന്റ് റെയിൽവേ പോലീസിന്റെ ഭൂമിയിലാണ്. ഈ ഭൂമി 10 വർഷത്തേക്കാണ് ഈ കമ്പനിക്ക് നൽകിയതെന്നറിയുന്നു. എന്നാൽ കമ്പനിക്ക് ഇത്തരത്തിൽ ഒരു ബോർഡ് സ്ഥാപിക്കാൻ വേണ്ടി ഭൂമി വിട്ടു നൽകുമ്പോൾ അവർ മാനദണ്ഡങ്ങൾ പാലിച്ചിട്ടുണ്ടോ, അവർ ഏതെങ്കിലും തരത്തിൽ ലൈസൻസ് അവർക്കുണ്ടോ, അവർ ഈ സ്ഥാപിക്കുന്ന ഇതിന് ഉറപ്പുണ്ടോ എന്ന അടക്കമുള്ള കാര്യങ്ങളൊന്നും തന്നെ ഒരു പരിശോധനയും ഒരു അന്വേഷണവും റെയിൽവേ പോലീസിന്റെ ഭാഗത്തു നിന്ന് ഉണ്ടായില്ല. ഇതിൽ നിന്ന് കിട്ടുന്ന പണം റെയിൽവേ പോലീസിന്റെ വെൽഫെയർ ഫണ്ടിലേക്ക് ഉപയോഗിക്കാം എന്നത് മാത്രമായിരുന്നു അവർ കണ്ടിരുന്നത്. പക്ഷേ ശ്രദ്ധിക്കേണ്ടത്, മെയ് 2-ാം തീയതി മുംബൈ കോർപ്പറേഷൻ റെയിൽവേ പോലീസിന് ഒരു കത്ത് നൽകിയിട്ടുണ്ട്. അതിൽ പറയുന്നത് ഇത് അനധികൃതമായാണ് ഈ ബോർഡ് സ്ഥാപിച്ചത്. മാത്രമല്ല, ഈ ബോർഡ് സ്ഥാപിക്കുകയും അതിന് മുന്നിലുണ്ടായിരുന്ന മരങ്ങളൊക്കെ തന്നെ ഈ സംഘം അനധികൃതമായി വെട്ടിമാറ്റുകയും ചെയ്തിട്ടുണ്ട്. BJP നേതാവിൻ്റെ ഒരു പരാതിയിലാണ് ഈ നോട്ടീസ് പോയിരിക്കുന്നത്. ഈ നോട്ടീസിന്മേൽ നടപടി എടുത്തുകൊണ്ടിരിക്കുകയായിരുന്നു എന്നതാണ് ഇപ്പോൾ ന്യായവാദമായി റെയിൽവേ പോലീസ് പറയുന്നത്. അതിനിടെ പെട്ടെന്ന് ഇങ്ങനെ ഒരു അപകടമുണ്ടായി, ഇത് മറിഞ്ഞു വീണു എന്ന് പറയുന്നു. ഏതായാലും ഇതിന് സമീപത്തുണ്ടായിരുന്ന മറ്റു ചില ബോർഡുകൾ കൂടി ഇപ്പോൾ അത് അഴിച്ചു മാറ്റുന്ന, അത് പൊളിച്ചു മാറ്റുന്ന നടപടികൾ ഏതായാലും ഈ ഘട്ടത്തിൽ കാര്യക്ഷമമായി നടക്കുന്നുമുണ്ട്. ഓക്കെ, താങ്ക് യു. ശ്രീനാഥ് ചന്ദ്രനാണ് മുംബൈയിൽ നിന്ന് നമുക്കൊപ്പം ചേർന്നത്.